നമസ്കാരം. ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ന്യൂസ് 18 കേരളത്തിൻ്റെ ഇന്നത്തെ വാർത്താദിനം കടന്നുപോയത്. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ജനത ഒന്നായി നിൽക്കുമ്പോൾ അവരോടൊപ്പം തോൾ ചേർന്നുകൊണ്ട് ന്യൂസ് 18 ഇന്ന് വയനാടിനു വേണ്ടി നിലയുറപ്പിച്ചു. ഇന്നത്തെ വാർത്താദിനം പൂർണ്ണമായും ഞങ്ങൾ വയനാടിനെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ആണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വയനാട് അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കടക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങാകുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർ നൽകിയത്. ഈ വാർത്താദിനത്തിൽ മാത്രം 100 കണക്കിന് ആളുകൾ ആണ് ന്യൂസ് 18നുമായി ബന്ധപ്പെട്ടത്. സ്വന്തം വീട് താമസിക്കാൻ നൽകാമെന്ന് പറഞ്ഞവർ, ഭൂമി വിട്ടു നൽകാം എന്ന് പറഞ്ഞവർ, അധ്വാനത്തിൻ്റെ പങ്ക് മാറ്റിവെച്ചവർ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പ്രായമായവർ വരെ ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെ പൂർണ്ണമായ വിവരങ്ങൾ സർക്കാരിന് കൈമാറുക എന്നതാണ് ഞങ്ങളുടെ ആ ഉദ്യമം ഇനിയും തുടരും. ഇനിയുള്ള മണിക്കൂറുകളിൽ വയനാടിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. വയനാടിന് കരുത്ത് പകരാൻ വൺ ഡേ ഫോർ വയനാട്, ഇങ്ങനൊരു ക്യാമ്പയിൻ തുടങ്ങുകയാണ് ന്യൂസ് 18 കേരളം. ഇന്ന് മുഴുവൻ വയനാടിനായി വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ, സമൂഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. വയനാടിന്റെ അതിജീവനത്തിനായി കൈകോർത്ത ന്യൂസ് 18 കേരളം വൺ ഡേ ഫോർ വയനാട് ക്യാമ്പയിൻ ഏറ്റെടുത്ത് പ്രേക്ഷകർ. വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള 2 പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. 100 കുടുംബങ്ങൾക്ക് ഇപ്പൊ താമസിക്കാൻ ഇവിടെ ഫാമില് പുതിയ ക്വാർട്ടേഴ്സ്, വെള്ളം, കറണ്ട്, എല്ലാവിധ സംവിധാനങ്ങളോടുകൂടെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല സാർ. ന്യൂസ് 18 ഉദ്യമത്തെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വയനാടിന്റെ പുനരുദ്ധാരണത്തിൽ ഒരുമിച്ച് പങ്കാളികളാകാമെന്ന് നാടിന്റെ പുനരുദ്ധാരണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വാർത്താ ചാനലായ ന്യൂസ് 18 കേരളവും ഇതിൽ പങ്കാളികളാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും കനത്ത മഴ. ജനകീയ തെരച്ചിലിൽ ഇന്ന് കണ്ടെത്തിയത് 3 ശരീരഭാഗങ്ങൾ. ചാലിയാറിൽ നാളെ വിശദമായ പരിശോധന. രേഖകൾ നഷ്ടമായവർക്ക് പ്രത്യേക ക്യാമ്പ്. താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി. മലപ്പുറം കരുവാരക്കുണ്ടിൽ മഴവെള്ളപ്പാച്ചിൽ. ഒലിപ്പുഴ നിറഞ്ഞൊഴുകുന്നു. സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ 100ലേറെ പ്രഭവ കേന്ദ്രങ്ങൾ. കണ്ടെത്തൽ ഡ്രോൺ പരിശോധനയും. ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ 4 അംഗ വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം നാളെ. ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ അറിഞ്ഞ ശേഷം പുനരധിവാസം ഒരുക്കുമെന്ന് കളക്ടർ. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ മരണം കൊലപാതകമെന്ന് സംശയം. മൃതദേഹം പുറത്തെടുത്തു. പൂച്ചാക്കൽ സ്വദേശിയായ യുവതിയുടെ ആൺ സുഹൃത്തിനെ സ്ഥലത്തെത്തിച്ച് പരിശോധന. യുവതിയുടെ മാതാപിതാക്കൾക്ക് പ്രസവത്തെക്കുറിച്ച് അറിവില്ലെന്ന് പോലീസ്. മുസ്ലിം ലീഗ് നേതാവ് കുട്ടി അഹമ്മദ് കുട്ടി വിടവാങ്ങി. അന്ത്യം താനൂരിലെ വസതിയിൽ. 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചതായി മുസ്ലിം ലീഗ്. സെബി ചെയർപേഴ്സണെതിരായ ആരോപണങ്ങളിൽ ആഞ്ഞടിച്ച് അദാനി ഗ്രൂപ്പ്. അവകാശവാദങ്ങൾ നികൃഷ്ടവും കൃത്രിമവുമെന്ന് വിമർശനം. സുപ്രീം കോടതി തള്ളിയ വിവരങ്ങൾ ഹിൻഡൻബർഗ് ആവർത്തിക്കുന്നതായും അദാനി ഗ്രൂപ്പ്. ബംഗ്ലാദേശിലെ കലാപത്തിൽ അമേരിക്കയെ പഴിച്ച് ഷെയ്ഖ് ഹസീന.
സെന്റ് മാർട്ടിൻ ദ്വീപ് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നു. രാജ്യം വിട്ടത് കൂടുതൽ കൊലപാതകങ്ങൾ നടക്കാതിരിക്കാൻ. വിമർശനം രാജ്യം വിടും മുമ്പ് അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കിയിരുന്ന പ്രസംഗത്തിൽ. കായിക മാമാങ്കത്തിന് ഇന്ന് സമാപനം. ഒളിമ്പിക്സ് സമാപന ചടങ്ങ് രാത്രി 12 മുതൽ. മെഡൽ പട്ടികയിൽ ഇന്ത്യ 71-ാം സ്ഥാനത്ത്. ചൈനയെ പിന്തള്ളി അമേരിക്ക ഏറ്റവും മുന്നിൽ. വയനാടിനായി കൈകോർത്ത്. വയനാട് പുനരുദ്ധാരണത്തിനായി ന്യൂസ് 18 കേരളം നടത്തിയ വൺ ഡേ ഫോർ വയനാടിലൂടെ മലയാളികളുടെ സ്നേഹപ്രവാഹം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാമെന്ന് അറിയിച്ചവരിൽ തെങ്ങ് കയറ്റ തൊഴിലാളിയായ കോഴിക്കോട്ടെ പുരുഷോത്തമൻ മുതൽ മുംബൈ കേരളീയ സമാജത്തിന്റെ ചെയർമാൻ വർഗീസ് ദാനിയേൽ വരെ ഉൾപ്പെടുന്നുണ്ട്. 10 വീട് വെച്ച് നൽകാമെന്ന് മലപ്പുറം മസ്ലിജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ ഹംസ അറിയിച്ചു. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതയായ മുതുകുളം സ്വദേശിനി തൻ്റെ 1 വർഷത്തെ ഭിന്നശേഷി പെൻഷനായ 19,200 രൂപ CMDRFിലേക്ക് സംഭാവന ചെയ്യുമെന്ന് അറിയിച്ചു. ഓച്ചിറ 1000 തെങ്ങ് സ്വദേശിനി സുൽഫത്ത് ബദ്രുദ്ദീൻ 2 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ഹരിപ്പാട്ടുകാരൻ ശ്രീഹരി എന്ന 1-ാം ക്ലാസ്സുകാരൻ തൻ്റെ കുടുക്കയിലെ മുഴുവൻ കാശും CMDRFിലേക്ക് നൽകാം എന്ന് വ്യക്തമാക്കി. 100-ലധികം പേരാണ് ഇന്ന് ഒരു വാർത്താപ്പകൽ മാത്രം ന്യൂസ് 18ലൂടെ വയനാട് പുനരുദ്ധാരണത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തത്. പേരും വിലാസവും മൊബൈൽ നമ്പറും അടക്കം വാഗ്ദാനം ചെയ്തവരുടെ പൂർണ്ണമായ വിവരങ്ങൾ അടുത്ത ദിവസം സർക്കാരിന് ന്യൂസ് 18 സംഘം കൈമാറും. ന്യൂസ് 18 കേരളം നടത്തിയ വൺ ഡേ ഫോർ വയനാട് പരിപാടി അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പരമാവധി വിഭവ സമാഹരണത്തിന് ചാനലിന് ഒരു പൂർണ്ണ ദിവസം നീക്കിവെക്കാൻ സാധിച്ചു. ഒന്നിച്ചു നിന്ന വയനാടിൻ്റെ പുനരുദ്ധാരണം സാധ്യമാക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂർമല പ്രദേശങ്ങളിലെ ജനത സർവവും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. ആ സഹോദരങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഒന്നായി ഏറ്റെടുക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിനായി CMDRFിലൂടെ വയനാട് പുനരുദ്ധാരണത്തിൽ പങ്കാളികളാവുന്നത്. നാടിൻ്റെ പുനരുദ്ധാരണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വാർത്താ ചാനലായ ന്യൂസ് 18 കേരളവും ഇതിൽ പങ്കാളികളാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. വൺ ഡേ ഫോർ വയനാട് എന്ന ഈ ക്യാമ്പയിനിൽ CMDRFിലേക്ക് സംഭാവന നൽകാനും വയനാട് പുനരുദ്ധാരണത്തിൽ സഹായവുമായി പങ്കുചേരാനും സന്നദ്ധത അറിയിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. CMDRF വഴി വയനാട് പുനരുദ്ധാരണത്തിൽ പങ്കാളികളാവണമെന്ന ആഹ്വാനവുമായി കലാസാംസ്കാരിക സിനിമ കായിക മേഖലയിലെ നിരവധി പ്രമുഖരെ ചാനലിലൂടെ അണിനിരത്താൻ കഴിഞ്ഞതും കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ്. വൺ ഡേ ഫോർ വയനാട് പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. CMDRFിന് ജനങ്ങളിൽ നിന്നും
വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതിനിയും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലയിലെ പ്രമുഖരും ന്യൂസ് 18 ക്യാമ്പയിന് ആശംസകളുമായി എത്തിയിരുന്നു. ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പുനരധിവാസം സാധ്യമാകാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ സ്ഥലത്തേക്ക് അവരെ പറഞ്ഞയക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ സ്ഥലം കണ്ടെത്തണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ്, എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റാവുന്ന സ്ഥലം. അവിടെയുള്ള മുഴുവൻ പേർക്കല്ല, ഒരുമിച്ച് ഇപ്പം ഞങ്ങൾ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ 100 പേർക്ക് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാവണം. അവിടെ കോമൺ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവണം. അവിടെ ഒരുമിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാകണം. കുട്ടികൾക്ക് സ്കൂളോ അംഗൻവാടിയോ വേണം. അവിടെ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടാകണം. പിന്നെ അതുപോലെ ഓരോ വീട്ടിലെയും ഓരോ വിഷയമാണ്. ചില വീട്ടിൽ അനാഥരായ കുട്ടികൾ, ചില വീട്ടിൽ വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചില സ്ഥലത്ത് പ്രായമായ ആളുകൾ, മക്കളും കൊച്ചുമക്കളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവർക്ക് ജോലി കൊടുക്കേണ്ടി വരും. നമുക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ പാക്കേജായി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു പുനരധിവാസ പ്രക്രിയ ഒരു മോഡലായി ചെയ്യണം. അതിന് സഹായിക്കാൻ ആളുകൾ തയ്യാറാണ്. ഏറ്റവും ശാസ്ത്രീയമായി, ഏറ്റവും പ്രൊഫഷണലായി, ഏറ്റവും ഭംഗിയായി ആ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടക്കണം. അത് വെറുതെ വീട് വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല, അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവർ ഇതിനു മുൻപ് ജീവിച്ചിരുന്നതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് ആ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു മിഷനാണ് ഏറ്റെടുക്കേണ്ടത്. അതിനൊരു വളരെ വലിയൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, വിശാലമായ, സമഗ്രമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവണം. ഞങ്ങളത് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും സമർപ്പിക്കും. ന്യൂസ് 18 നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസവും എനിക്ക്. ന്യൂസ് 18 ക്യാമ്പയിൻ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഞങ്ങളുടെ വാർത്താ സംഘത്തെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടിരുന്നു. അതിൽ നിന്ന് തന്നെ പലർക്കും സഹായിക്കുന്നതിനു വേണ്ടി എങ്ങനെയാണ് സർക്കാർ സംവിധാനത്തെ ബന്ധപ്പെടേണ്ടത് എന്നത് അറിവുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത്തരത്തിൽ ബന്ധപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ, ഫോൺ നമ്പറുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അധികൃതർക്ക് നൽകും. അവർ ഈ ആരൊക്കെയാണോ ഞങ്ങളെ ബന്ധപ്പെട്ടത് അവരുമായി വരും ദിവസങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ബന്ധപ്പെടുകയും ചെയ്യും. 8 മണിക്കൂർ നീണ്ടുനിന്ന ഒരു മാധ്യമ ദൗത്യമാണ് ന്യൂസ് 18 ഏറ്റെടുത്തത്. വയനാടിനായി ഒരു ദിവസം, വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കൈത്താങ്ങാവാൻ വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ കണ്ടു. പക്ഷേ ഒരു ദിവസം ന്യൂസ് 18 ന്യൂസ് റൂം പൂർണ്ണമായും വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ സന്നദ്ധരായ ജനങ്ങളെ കോർത്തിണക്കാൻ വേണ്ടിയുള്ള ഒരു ചാലകമായിട്ടാണ് പ്രവർത്തിച്ചത്. നിരവധി ആളുകളാണ്, ഏകദേശം 150-ലധികം ആളുകളെ തന്നെ ഞങ്ങൾ TV സ്ക്രീനിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിലും എത്രയോ വലുതാണ് ന്യൂസ് 18ലേക്ക് സന്നദ്ധരായി വിളിച്ച ആളുകളുടെ എണ്ണം. എന്തായാലും ലഭ്യമായ ഈ വാഗ്ദാനങ്ങളെല്ലാം സർക്കാരിന് അവരുടെ പേരുവിവരങ്ങളും ലിസ്റ്റുകളും ഞങ്ങൾ സർക്കാരിന് കൈമാറുകയാണ്. അങ്ങനെ അത് ഈ വയനാട്ടിലെ പ്രിയപ്പെട്ടവരേക്ക് കൈത്താങ്ങാവുന്ന ആ പ്രവർത്തനത്തിന് ഒരു മാധ്യമ ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ന്യൂസ് 18 മുന്നോട്ട് പോയത്. എന്തായാലും യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ഇടങ്ങളിലേക്ക് തന്നെ ഈ പണം ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കൂടി ഞങ്ങളുടെ ദൗത്യമാണ്. മാത്രമല്ല, പൂർണ്ണമായും സർക്കാർ സംവിധാനങ്ങൾ വഴി തന്നെ ഈ പണം എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഇടപെടൽ കൂടി തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുന്നു എന്നതാണ് കണ്ടത്. വയനാടിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചപ്പോൾ കോഴിക്കോട്ടെ മലയോര മേഖലയിൽ നിന്ന് വിളിച്ച പുരുഷോത്തമനെ പോലെയുള്ള തെങ്ങേറ്റ തൊഴിലാളി മുതൽ വലിയ തുക വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളുണ്ട്. എല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ട്. എല്ലാവരും വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാകുക എന്ന ഒരേ ലക്ഷ്യത്തോടു കൂടി ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ്. ന്യൂസ് 18 കഴിഞ്ഞകാല ഇടപെടലുകളും പ്രത്യേകിച്ച് ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങാവുന്ന ഇടപെടലുകൾ നിരവധി ന്യൂസ് 18 നടത്തിയിട്ടുണ്ട്. പ്രളയമുണ്ടായപ്പോഴാവട്ടെ, കോവിഡ് പടർന്നു പിടിച്ചപ്പോഴാവട്ടെ, ഈ കാലങ്ങളിലെല്ലാം ഒരു സമാന്തര കൺട്രോളും സജ്ജമാക്കിക്കൊണ്ട് തന്നെ ജനകീയ ഇടപെടൽ
ഇടപെടൽ, ഒരു മാധ്യമ ദൗത്യ പൂർത്തീകരണം കൂടി ഞങ്ങൾ നടത്തിയിരുന്നു. ഇവിടെയും വയനാട്ടിൽ വിഷയത്തിലും ഏറ്റെടുക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു. അതൊരു ദൗത്യ പൂർത്തീകരണം കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ അത് പൂർത്തിയാക്കലല്ല, ഇനിയും അതിൻ്റെ തുടർ നടപടികളിലേക്കും കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്. കാരണം നിരവധി ഇടപെടലുകൾ ഇതിൻ്റെ തുടർച്ചയുടെ ഭാഗമായി നമുക്ക് ഉണ്ടാവേണ്ടതുമുണ്ട്. കാരണം അർഹതപ്പെട്ട ഇടങ്ങളിലേക്ക് തന്നെ ഈ പണം പോകുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തണം. ഈ 8 മണിക്കൂറിലധികം നീളുന്ന ഈ മാധ്യമ ദൗത്യത്തിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, സർക്കാർ എത്ര കണ്ട് പ്രചരണം കൊടുത്താലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം പണം എങ്ങനെ എത്തുന്നു, എങ്ങനെ കൈമാറാം എന്നത് സംബന്ധിച്ച് സാധാരണക്കാർക്ക് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പലർക്കും വ്യക്തമല്ല എങ്ങനെ അവർക്ക് പണം കൈമാറണം എന്ന കാര്യം. പക്ഷേ ഇന്ന് ന്യൂസ് 18 സ്ക്രീനിലേക്ക് വന്ന പലരും അവരുടെ ആശങ്കകൾ പങ്കുവെച്ചപ്പോൾ അവർക്ക് അതിലേക്ക് പണം എത്തിക്കാനുള്ള വഴികൾ ഞങ്ങളും പങ്കുവെച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം ക്രോഡീകരണങ്ങൾ ഉണ്ടാവട്ടെ എന്നുകൂടി നമുക്ക് കരുതാം. മറ്റൊന്നുകൂടിയുള്ളത്, ജനങ്ങൾ തന്നെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നുണ്ട്. കാരണം ദുരന്ത മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക സഹായം അടിയന്തരമായി അവിടെ എത്തിക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ അവർക്ക് ആവശ്യം ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഒരു പുനരധിവാസമാണ്. ക്യാമ്പുകളിൽ നിന്ന് അവർക്ക് പോവാൻ സുരക്ഷിതമായൊരു ഷെൽട്ടർ ഉണ്ടാക്കുക എന്നതാണ്. അതിന് താൽക്കാലിക വീടുകൾ തന്നെയാണ് ആവശ്യം. അങ്ങനെ വയനാടും അതിൻ്റെ സമീപദേശങ്ങളിലുമായി നിരവധി ആളുകളാണ് താൽക്കാലിക വീടുകൾ വാടകയ്ക്ക് സൗജന്യമായി വീടുകളും മികച്ച സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്ത് ന്യൂസ് 18 മുന്നിലെത്തിയത്. അവർക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. എന്തായാലും ഈ പേര് വിവരങ്ങൾ കൂടി അവർക്ക് കൈമാറുകയാണ്. ചിലരാവട്ടെ പണം വാഗ്ദാനം ചെയ്ത് വലിയ തുകകൾ വാഗ്ദാനം ചെയ്തവരുണ്ട്. ചിലരാവട്ടെ സൗജന്യമായി ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്ന നിലപാടെടുത്തവരുണ്ട്. ഇവരുടെ പേര് വിവരങ്ങളെല്ലാം വളരെ വ്യക്തമായി അത് മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് ഞങ്ങളുടെ തീരുമാനം. എഡിറ്റോറിയൽ ടീം ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്യും. എന്തായാലും ഇതൊരു മാധ്യമ ദൗത്യമാണ്. ഇതിന് തുടർച്ചയുണ്ടാകും. വരും ദിവസങ്ങളിലും വയനാടിൻ്റെ പുനരധിവാസം അത് നമുക്ക് ഏറ്റെടുക്കണം. അത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ്. പൊതുസമൂഹം ഒന്നാകെ തന്നെ ഈ ദൗത്യത്തിനൊപ്പം അവരുടെ മനസ്സ് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ ഞങ്ങളും ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. വരും ദിവസങ്ങളിലും നമുക്ക് വയനാടിൻ്റെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി അവർക്ക് മികച്ച മാതൃകയായിരുന്ന ഒരു പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ന്യൂസ് 18 അതിൽ കണ്ണിച്ചേരും, മുൻനിരയിലുണ്ടാകുമെന്ന ഉറപ്പുകൂടി പങ്കുവയ്ക്കുന്നു. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇതിൻ്റെ മറ്റു പ്രവൃത്തികൾ, അതായത് അധികൃതരിലേക്ക് ഈ സഹായം എത്തിക്കുന്നത് വരെയുള്ള പ്രവൃത്തികളിൽ ഞങ്ങൾ ഇനിയും വ്യാപൃതർ ആയിരിക്കും. ഒപ്പം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഉള്ളവർ നടത്തിയിട്ടുള്ള നല്ല പ്രവൃത്തികൾ, പ്രത്യേകിച്ച് വയനാടിൻ്റെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി, അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൈത്താങ്ങാകാൻ വർത്തിക്കുന്നവരെ സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകളും ഞങ്ങൾ ഈ 1 Day for വയനാട് ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തിരുവനന്തപുരത്തെ ഹരിതസേന അംഗങ്ങളുടെ പ്രവൃത്തി. കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു ദുരന്തമാണ് വയനാട് നേരിട്ടത്. വയനാട്ടിൽ നിന്നും തങ്ങളുടെ സഹോദരങ്ങളെ കൈപിടിച്ചുയർത്താനായി കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് സഹായവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ഹരിത കർമ്മസേന. ഏത് രീതിയിലാണ് വയനാടിനെ സഹായിക്കാൻ പോകുന്നത്? ഞങ്ങൾ വയനാടിനെ സഹായിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സാലറിയിൽ നിന്ന്, ഈ മാസത്തെ സാലറിയിൽ നിന്ന് ഒരു കുറച്ച് പൈസ വീതം മാറ്റി വയനാടിന്റെ ഈ കഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിൽ അവരെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു വലിയ മഹാദുരന്തമാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ വീട്ടിലെ അച്ഛനോ അമ്മയോ സഹോദരങ്ങൾക്കോ മക്കൾക്കോ ആണെങ്കിൽ നമ്മൾ എത്രത്തോളം വേദനിക്കുവോ അതേ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സഹായം ഞങ്ങൾ സഹായിക്കുന്നത് പോലെ പലരും സഹായിക്കുമ്പോൾ അതൊരു വലിയ ഒരു സംഖ്യയായിട്ട് മാറും. ഇങ്ങനെ സഹായം ചെയ്യണമെന്ന് തോന്നാനുണ്ടായ ഒരു കാരണം? ഞങ്ങള് നേരത്തെയും സഹായം ഞങ്ങൾ തുടങ്ങിയത് 2023 ജനുവരിയിലാണ്. അന്ന് മുതലേ ഞങ്ങള് ഈ ആതുര സേവനവും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 10-50ഓളം പേർക്ക് സ്നേഹ കിറ്റ് എന്ന് പറഞ്ഞ് 2023 ജനുവരി മുതലേ ഞങ്ങൾ ഈ മാസവും അവർക്ക് മെനഞ്ഞാന്നാണ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ഒരു ചാരിറ്റി കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതുപോലൊരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവരും അങ്ങനെ ഒരു മനസ്സുള്ളവരാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും. ഞങ്ങളെ ഒരു കൈത്താങ്ങ് സർക്കാരിനെ സഹായിക്കുക. കാരണം ഇതിന്
എല്ലാ ദുരന്തങ്ങളും വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ വന്നപ്പോഴും ഈ സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഇത്രയും നമ്മുടെ കേരളത്തെ പിടിച്ചു നിർത്താൻ പറ്റിയത്. ആ സർക്കാരിനെ സഹായിക്കുക എന്നുള്ളൊരു ബാധ്യത ഈ കേരളത്തിലെ ഓരോ വ്യക്തിക്കും ഉണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങളുടെ ഈ ഒരു ടീമിൽ ഏകദേശം എത്ര പേരുണ്ടാവും? ഞങ്ങൾ മൊത്തം ഇപ്പം 16 പേരുണ്ട്. 2 ആണുങ്ങളും 14 പെണ്ണുങ്ങളും ഉണ്ട്. എല്ലാവരും ഒരേപോലെ ഒത്തൊരുമ ഇവിടെ തന്നെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ സഹായിക്കുന്ന പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഹൃദയം പൊടി. കാരണം അത്ര ഒരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായത്. കുഞ്ഞു കുട്ടികളും കൊച്ചുങ്ങളും കാല് വേറെ തല വേറെ ഇങ്ങനെയൊക്കെ അല്ലേ കിട്ടിയത്. പൊതിഞ്ഞൊക്കെ വെച്ചേക്കണം കാണുമ്പോൾ തന്നെ നമുക്ക് മക്കളും കുട്ടിയൊക്കെ ഉള്ളതല്ലേ. ആ ദുരന്തം ഇവിടെ ആയിരുന്നാലും നമുക്ക് സഹിക്കാൻ ഒക്കൂല. വയനാട്ടിലേക്ക് ഇങ്ങനെ ഒരു സഹായം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ഈ വാർത്തകളെല്ലാം നമ്മൾ കണ്ടപ്പോൾ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ അവിടെ വന്നിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിലെല്ലാം കഴിയുന്നവരാണ്, കോളനികളിൽ നിന്ന് വരുന്നവരാണ്. എങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് അവരെ ഒന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചതാണ്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അറിയാവുന്നത് നൽകാം എന്നേ തോന്നിയുള്ളൂ. ഇത് വളരെ ചെറിയൊരു തുകയാണ്. അപ്പോൾ എന്നാൽ കഴിയുന്ന, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്താൽ കഴിയുന്ന അത്രയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ദുരിതം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. അതിൽ ഒരു ഭാഗമെങ്കിലും അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അത് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരാളിലേക്ക് ആശ്വാസം എത്തിക്കുക, അത്ര ഞാനും ചിന്തിച്ചുള്ളൂ. മേസ്തിരിപ്പണി ചെയ്ത് ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ 40 സെന്റ് ഭൂമി വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറായി ഒരു വ്യക്തി. അത് ഉഴവൂർ
പറഞ്ഞു ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കത് പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ട് കൊടുക്കണം. അപ്പോൾ മക്കളോട് ചോദിച്ചോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അവർക്ക് പൂർണ്ണമായ തൃപ്തിയാണ്, പപ്പയുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയ ഇത് തന്നെയാണ്. സാധാരണ ഈ ഒരുപാട് പൈസയൊക്കെ ഉള്ളവർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞ ജീവിതം ഇപ്പോൾ പറയുമ്പോൾ മേശിരിപ്പണിയെടുത്തുണ്ടാക്കിയ മുതൽ നിന്നുള്ള സമ്പാദ്യമാണ്. അതെ അതെ, മക്കള് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് മക്കളൊക്കെ നല്ല നിലയിലായി. അപ്പോൾ വീടില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീട് വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ ഞാൻ സ്ഥലം കൊടുക്കാം, ഈ സ്ഥലം കൊടുക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്. വലിയ മനസ്സാണ് തന്നെ, വലിയ മനസ്സ് തന്നെയാണ് തീർച്ചയായും. എന്തായാലും ഇതാണ് മത്തായി ചേട്ടൻ്റെ ഒരു കഥ പറയുന്നത്. എന്തായാലും ഇതിന് അടുത്താണ്, തൊട്ട എത്ര കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഭൂമി? 4 കിലോമീറ്റർ. ഉഴവൂര് തന്നെയാണ്. ഉഴവൂർ ഈസ്റ്റ് 6ാം വാർഡ്. അവിടെ പല ഇതായിട്ടൊക്കെ വീതിച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അല്ലേ? അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ എന്താ പറയുക. എന്തായാലും അതാണ് അദ്ദേഹത്തിൻ്റെ, അതായത് സാധാരണ പറയുന്ന പോലെയല്ല, ഒരു അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഭൂമിയാണ് 40 സെന്റ് എന്ന് പറയുന്നത്. അതാണ് ഈ മനുഷ്യർക്ക് ദാനമായി ചെയ്യാൻ തീരുമാനിക്കുന്നത്. തീർച്ചയായും കേരളത്തിൽ ഇത്തരം നല്ല മനുഷ്യരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെയാണ് മത്തായി ചേട്ടനും ഉള്ളത് എന്ന് തന്നെ കൃത്യമായി പറയാം. മുഴുവനിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. മത്തായി ചേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ ഇവാൻ്റെ ഒപ്പം തന്നെ അത് സഹകരിക്കുകയും ചെയ്തു. ഇവാന് ഇതാദ്യമായി നല്ലൊരു ഫുട്ബോൾ താരമാണ്. ഒപ്പം 2018 പ്രളയത്തിലും ഇവാന് തന്നാലാവും വിധം കൂട്ടായിരിക്കുക എന്ന രീതിയിൽ പിന്നെ പറഞ്ഞ് ഇനി ചെയ്യരുത്, അല്ലാണ്ട് വെച്ചാല് ബാലവേലയായിട്ട് ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാലോ മനോജ് ഇതാണ്
കളക്ടർ അദ്ദേഹം NSK നവാസ് അദ്ദേഹം ഇത് വാങ്ങിക്കുന്ന NSK ഉമേഷ് അദ്ദേഹം ജില്ലാ കളക്ടർ വാങ്ങിക്കുന്ന ഫോട്ടോയാണ് ഇതുള്ളത്. കുട്ടികൾക്കെല്ലാം തന്നെ അവരൊരു വലിയ അംഗീകാരമാണ് ഇത്. അങ്ങനെ ചെല്ലുമ്പോൾ വലിയ സന്തോഷം. ക്ലാസ്സിലൊക്കെ ചെന്നപ്പോൾ പറഞ്ഞോ പിള്ളേർ, കുട്ടികൾ എന്ത് പറഞ്ഞു? കുട്ടികള് പറഞ്ഞു. ടീച്ചർമാരും ഫ്രണ്ട്സൊക്കെ കൺഗ്രാജ് ചെയ്തു. വലിയ അഭിമാനം തോന്നി അല്ലേ? അപ്പോൾ ഇങ്ങനൊരു സമയത്ത് ഒരുമിച്ച് നിൽക്കുക അല്ലേ, നമ്മളെ പോലെ കുട്ടികൾ, ഞങ്ങളെ പോലെ കുട്ടികളൊക്കെ അവിടെ സങ്കടം ഒക്കെ നിൽക്കുമ്പോൾ അവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് അല്ലേ? ഓക്കെ, ഏതായാലും അതെ, വയനാടിന് ഒരു കൈത്താങ് എന്ന പേര്, ഇത് ആ ബോർഡ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇതാണ് ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്ന് ചെയ്യുന്ന സർബത്തൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ സർബത്ത് 2 ദിവസം ഇവർ വഴിയിലെ ഈ വരാപ്പുഴയുടെ ഇവിടെ ഈ വഴിയിലായിരുന്നു. ആ കുട്ടികളുടെ ഒരു നല്ല മനസ്സ് അതേ സഹിഷ്ണുതയോടുകൂടി തന്നെ ഈ നാട്ടിലെ വരാപ്പുഴയിലെ ആളുകളെ ഏറ്റെടുക്കുകയായിരുന്നു. വളരെ സഹർഷത്തോടെ അവരത് ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം ഇത് പരസ്പരം താങ്ങായി നിൽക്കേണ്ടതാണ്. ഒരു പ്രദേശത്തിൻ്റെയും മാത്രമായൊരു കാര്യവുമല്ല. അതിൽ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒരുമിച്ച് നിൽക്കുക എന്ന ആ ഒരു വലിയ സന്ദേശം, മാനവികതയുടെ സന്ദേശം ഉൾക്കൊണ്ട് തന്നെയാണ് വരാപ്പുഴയിലൂടെ കടന്നുപോയ മുഴുവൻ പേരും ഈ കുരുന്നുകൾക്കൊപ്പം തന്നെ നിന്നത്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഏതാണ്ട് 12,000-ലധികം രൂപ അവർക്ക് സംഭാവനയായി നൽകാൻ കഴിഞ്ഞത്. ആവശ്യമെങ്കിൽ ഇനിയും ഞങ്ങളിത് ഇതുപോലെ നിൽക്കാൻ തയ്യാറാണെന്ന്
ഇതിന്റെ അടയാളം, ഇതിന്റെ മലയാളം, എന്നുയിരിന്റെ താളം, തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം, ഇതിന്റെ അടയാളം, ഇതെന്റെ മലയാളം. വയനാടിനെ കൈപിടിച്ചുയർത്താൻ ഒത്തൊരുമിച്ച് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ. ഒരു ദിവസത്തെ വേതനം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് മൂന്നാർ മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ തീരുമാനം. 70 ലക്ഷം രൂപയാണ് തൊഴിലാളികൾ സമാഹരിക്കുന്നത്. വയനാട്ടിലെ തോട്ടം കാർഷിക മേഖലയെ പാടെ തകർത്ത ഉരുൾപൊട്ടലിന്റെ ആഴം ഏറ്റവും അധികം മനസ്സിലാകുന്നവരാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ. 4 വർഷം മുൻപ് മൂന്നാറിനെ ഞെട്ടിച്ച പെട്ടിമുടി ദുരന്തം നൽകിയ മുറിവ് ഇതുവരെയും മാഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വയനാടിന് കരുത്താകാനുള്ള ദൗത്യത്തിന് ഈ തൊഴിലാളി കൂട്ടായ്മയും ഒത്തുചേർന്നത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ യോഗത്തിലാണ് വയനാട് ദുരിതബാധിതർക്കായി 70 ലക്ഷം രൂപ കൈമാറാൻ തീരുമാനിച്ചത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികൾ, അതല്ലാതെ ഉദ്യോഗസ്ഥന്മാർ, സ്റ്റാഫുകളും മറ്റ് ജയിൽ ജീവനക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഒരു ദിവസത്തെ കൂലി ഏതായാലും 500 രൂപയ്ക്ക് അടുത്ത് വരും. ആ കൂലി കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 യൂണിയനുകളും അതിനുവേണ്ടി ഒന്നിച്ചുകൂടി രാവിലെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തു. KDHP, ഡാറ്റ, HML, തലയാർ കമ്പനികളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളും ഒരു ദിവസത്തെ വേതനം കൈമാറും. മൂന്നാർ, ചിന്നക്കനാൽ തുടങ്ങിയ തോട്ടം മേഖലകളിലായി 10,000-ഓളം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. തൊഴിലാളികൾക്കപ്പുറം വിവിധ സ്റ്റാഫ് അസോസിയേഷനുകളിലെ ജീവനക്കാരും ഒരു ദിവസത്തെ ശമ്പളം നൽകും. തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറും. ന്യൂസ് 18 ഇടുക്കി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ആശ്വാസമായി കേരളത്തിലെ രാഷ്ട്രീയ യുവജന സംഘടനകളെല്ലാം തന്നെ കളം നിറഞ്ഞിരിക്കുകയാണ്. വയനാട് ദുരിതത്തിൽപ്പെട്ടവരെ കേരളം ചേർത്ത് പിടിച്ചപ്പോൾ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു യുവജന സംഘടനകൾ. അതിൽ തന്നെ ഏറ്റവും കയ്യടി നേടിയത് DYFI ആണ്. ദുരന്തബാധിത മേഖലകളിൽ നിറഞ്ഞു നിന്ന DYFI ആദ്യഘട്ടത്തിൽ തന്നെ 25 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFI കേരളത്തിലെ ഏറ്റവും ശക്തമായ യുവജന സംഘടന. രക്തരൂഷിത സമരവേലിയേറ്റങ്ങളുടെ സംഘടനാ പാരമ്പര്യം. ഇതുമുതലാണ് DYFIയുടെ മറ്റൊരു മുഖം കേരളം കണ്ടു തുടങ്ങിയത്. ആശുപത്രികളിൽ ചികിത്സയ്ക്കും കൂട്ടിരിപ്പിനുമായി എത്തുന്ന പാവങ്ങൾ, അവരുടെ വിശപ്പകറ്റാൻ ഉച്ചനേരങ്ങളിൽ പൊതിച്ചോറുമായി DYFI ഇറങ്ങി. പൊതിച്ചോറിനെ ഹൃദയപൂർവ്വം കേരളം ഏറ്റെടുത്തു. പ്രളയത്തിലും കോവിഡ് കാലത്തും ജീവൻ പോലും അവഗണിച്ച് ജനസേവനത്തിനിറങ്ങിയ DYFIയാണ് മലയാളികൾ കണ്ടത്. കോവിഡിൽ വീടുകളിൽ ഒറ്റപ്പെട്ടവരെ ആശുപത്രികളിൽ കൊണ്ടുപോകാൻ, ഭക്ഷണം നൽകാൻ, മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരും പോലും അറച്ചു നിന്നപ്പോൾ യൂത്ത് ബ്രിഗേഡ് മുന്നിട്ടിറങ്ങി. പ്രളയത്തിൽ തകർന്ന കേരളത്തിന് താങ്ങാകാൻ പുതിയൊരു വഴിയാണ് DYFI തേടിയത്. ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റു. ചിലരൊക്കെ സംശയിച്ചു, മറ്റു ചിലർ കളിയാക്കി. DYFI പിന്മാറിയില്ല. ഒടുവിൽ 11 കോടിയോളം രൂപയാണ്
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ ആക്രി പെറുക്കി വിറ്റ് സംഭാവന നൽകിയത്. അതിന്റെയൊക്കെ തുടർച്ചയാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത്, ഇപ്പോഴും കാണുന്നത്. ഏറ്റവും ദുർഘടമായ രക്ഷാപ്രവർത്തനം. സൈന്യത്തിനും പോലീസിനും മറ്റു സന്നദ്ധ പ്രവർത്തകർക്കുമൊപ്പം തോളോടു തോൾ ചേർന്ന ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ്. നിലമ്പൂർ വനത്തിൽ നിന്ന് കിലോമീറ്ററുകൾ മൃതദേഹങ്ങൾ തോളിൽ ചുമന്നു. കുത്തിയൊഴുകുന്ന ചാലിയാർ മുറിച്ചുകടന്ന് മല കയറി ഡിവൈഎഫ്ഐ. വേലിപ്പാലം നിർമ്മിക്കാൻ സൈന്യത്തിനൊപ്പം കുടിവെള്ളവും ആഹാരവുമായി ദുരന്തഭൂമിയിൽ, ക്യാമ്പുകളിൽ എവിടെയും നിറഞ്ഞു നിന്നു ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ. ദുരന്തമുഖത്തു മാത്രമല്ല, ദുരിതാശ്വാസത്തിനും മുന്നിലാണ് യൂത്ത് ബ്രിഗേഡ്. തട്ടുകടകൾ, ബിരിയാണി ചാലഞ്ച്, ആക്രി സാധനങ്ങൾ ശേഖരിക്കൽ, മീൻ കച്ചവടം, അങ്ങനെ പല വഴികൾ. സമരം മാത്രമല്ല, സേവനവും സംഘടനാ പ്രവർത്തനമെന്ന് തിരിച്ചറിഞ്ഞ, തെളിയിച്ച ഈ യുവജന സംഘടനയ്ക്ക് സല്യൂട്ട്. നമസ്കാരം. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഞാൻ ആദ്യം വരുമ്പോൾ ഉണ്ടായിരുന്നു നിങ്ങളല്ലേ? ആദ്യം മുതലേ ഉണ്ടല്ലേ? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവര് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.